എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ബൂമറാങ് പോലെ തലയിലേക്ക് വന്ന് അടിക്കുന്നത് CPM-നാണ്, മറ്റാർക്കും അടിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും കോൺഗ്രസിനോ ഒന്നും പോലും അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തലയ്ക്ക് മണ്ടയ്ക്കടി കൊണ്ട് വീഴേണ്ട ഒരു സാഹചര്യം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങൾ വേടന്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേടനെതിരെ കേസ് കൊടുത്തു, പുലിപ്പല്ലോ ആനപ്പല്ലോ എന്തോ ഒരു പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസൊക്കെ എടുത്തിട്ട് അവനെ കൂട്ടാൻ നോക്കി, കഞ്ചാവ് കേസിൽ കൂട്ടാൻ നോക്കി. അവസാനം വേടന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു, CPM-ന് വേടന്റെ പിന്നാലെ പോകേണ്ടി വന്നു. പിന്നെ ഒരു റിയൽ കേസ്, ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ചെറിയ എന്തോ ഒരു ഇഷ്യൂവിനെ വലിയൊരു വിഷയമാക്കി കൊണ്ടുവന്ന് ഒരു പെണ്ണ് കേസാക്കി മാറ്റി. നമ്മുടെ പണ്ട് സന്ദേശം സിനിമ പറഞ്ഞതുപോലെ ഒരു പെണ്ണ് കേസാക്കി മാറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അവസാനം എന്തായി? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് കേരളത്തിലെ യുവജനത. എങ്ങനെയൊക്കെ പീഡന കേസ് പറഞ്ഞിട്ടും എത്രയൊക്കെ എങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും കേരളത്തിലെ വലിയൊരു വിഭാഗം യുവാക്കളും അതുപോലെ വൃദ്ധരായിട്ടുള്ള, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പാകതയും പക്വതയുമുള്ള ആൾക്കാർ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അവസാനം അതും ചീറ്റിപ്പോണ്ട സാഹചര്യം ഉണ്ടായി. സംഭവം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അതിലൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നീക്കത്തെ എതിർത്തു. കോടതിയിൽ നിലനിൽക്കാത്ത ഒരു കേസിന് അതിനു മുമ്പ്, കോടതിയിൽ എത്തുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതും ഇല്ലാതെ ചീറ്റിപ്പോയി. അതും പിണറായിയുടെ അല്ലെങ്കിൽ CPM-ന്റെ മണ്ടയ്ക്ക് ഒരു അടി അടിക്കുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പൊ അവസാനം വന്നതാണ് പോറ്റിപ്പാട്ട്. പോറ്റി സ്വർണം കട്ടത് ആരപ്പ അത് സഖാക്കളാണപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പാട്ട് ഇറങ്ങിയപ്പോ അതിനെ ആ ഒരു അർത്ഥത്തിൽ തന്നെ എടുത്തിട്ട്, കാര്യം എന്തെല്ലാം പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം CPM-ന്റെ അല്ല DYFI-യുടെ ഒക്കെ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ നോക്കിയാൽ മതി. കൈയും കാലും വെട്ടും കൊത്തിയരിയും അയ്യാറെട്ടിന് വളമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന, അതാണ് ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരൽ ചാലുകൾ നീന്തി കയറി എന്നൊക്കെയാണ് പറയുന്നത്. ചോര വിട്ടുള്ള ഒരു കളിയില്ല. അപ്പൊ ആ രീതിയിൽ ആക്ഷേപിച്ചു പോലും സംസാരിക്കുന്നവർക്ക് ഈ ഒരു പോറ്റിപ്പാട്ട് കേട്ടപ്പോൾ ഒരു അസഹിഷ്ണുത തോന്നി, ഒരു കേസ് കൊടുത്തു. അവസാനം അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നത് കണ്ടത്. അറബി പോലും ആ പാട്ട് പാടുന്നത് കണ്ടു. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവസാനമായിട്ട് VK പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇറക്കി വിട്ടിട്ടുള്ള ഒരു ആരോപണം ഇപ്പൊ വന്നേക്കണം. അതിപ്പോ തിരിഞ്ഞ് കുത്താണ്. അതായത് ശ്രീലേഖ കൗൺസിലറായി വന്നപ്പോ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വേണം, MLA സ്ഥാനം മാറി കൊടുക്കണമെന്ന് പറഞ്ഞു എന്നുള്ളത്. അതിന്റെ വാസ്തവം കഴിഞ്ഞ 2 ദിവസങ്ങളായി പുറത്തു വന്നു. അത് കൗൺസിലറുടെ ഓഫീസാണ്. നമുക്കറിയാലോ തിരുവനന്തപുരത്ത് ഭരിച്ചിരുന്ന ആരാണെന്നുള്ളത്. അവിടെ CPM ആയിരുന്നു ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ആ സ്വാധീനമൊക്കെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന കൗൺസിലറെ മൂലയ്ക്ക് ഒതുക്കിയിട്ട് അതൊരു MLA-യുടെ ഓഫീസായി പ്രവർത്തിച്ചു വന്നു. പിന്നീട് ഒരു BJP-യുടെ കൗൺസിലർ അവിടെ വന്നു. എന്നിട്ടും BJP-യുടെ കൗൺസിലർ എന്ന് പറയുമ്പോൾ മുഴുവൻ CPM ആണ്. പിന്നെ ഒരു BJP-യുടെ കൗൺസിലർ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പര് മൂലയ്ക്ക് ഒതുങ്ങി കൊടുത്തു. അപ്പോഴും MLA തന്റെ ഓഫീസായിട്ട് വെച്ച് കൊണ്ടുപോയി. ഇപ്പോ ശ്രീലേഖ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നി. അതിനൊരു ഓഫീസ് വേണം. ഓഫീസ് വേണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഓഫീസിലേ പറ്റുള്ളൂ. ആ ഓഫീസ് ഒന്ന് തന്നൂടെയോ ഒന്നു ചോദിച്ചു. അപ്പോൾ വർഷങ്ങളായി താൻ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതലായപ്പോ അതിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? തനിക്ക് കരാറുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ്. കരാർ ആരാ ഉണ്ടാക്കിയത്? കരാർ CPM-ന്റെ കാലത്തെ CPM കൗൺസിൽ, ആ കൗൺസിൽ ഉണ്ടാക്കിയതാണ്. ആ കരാറ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അതിന്റെ തുക കേട്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് നഗരസഭയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് MLA ഓഫീസായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഓഫീസിന്റെ വാടക 68,000 രൂപ തോതിൽ എഴുതിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വാസ്തവം എനിക്കറിയില്ല. കാരണം MLA-മാർക്ക് അവരുടെ ഓഫീസ് വാടക ഇനത്തിൽ, മറ്റ് അലവൻസ് ഇനത്തിൽ 68,000 രൂപ കിട്ടും. പിന്നെ 2 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാനുള്ളത് വേറെ കിട്ടും. അപ്പൊ ഈ രീതിയിൽ അവർ എഴുതിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത്ര 68,000 രൂപ ഓഫീസ് അലവൻസ് ആയിട്ട് എഴുതിയെടുക്കുന്ന ഈ MLA വെറും 832 രൂപയാണ് വാടകയായി കൊടുക്കുന്നത് എന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാണക്കേടായില്ലേ? ഇത് വാസ്തവമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഈ VK പ്രശാന്ത് MLA 68,000 രൂപ എഴുതി വാങ്ങുന്നില്ലായിരിക്കാം. ഇവിടെ കോർപ്പറേഷൻ കൊടുക്കുന്ന വെറും 832 രൂപ മാത്രമേ സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങുന്നുണ്ടായിരിക്കും. അറിയില്ല. നമുക്ക് വിവരാവകാശ അപേക്ഷ അയച്ചിട്ടുണ്ട്, എന്റെ മറുപടി വരട്ടെ, നമുക്ക് പറയാം. 832 രൂപ മാത്രമാണ് സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങുന്നത്, MLA ഓഫീസിലേക്ക് വേണ്ടിയിട്ട് എഴുതി വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട്. എന്നാൽ 68,000 രൂപ വാങ്ങിയിട്ടാണ് അതെടുത്ത് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിന്റെ ഒരു വിവാദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു നാറ്റക്കേസാണ്. അത് ഈ MLA-യുടെ കാര്യത്തിൽ മാത്രമല്ല, ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നാറ്റക്കേസാണ്. ഇവിടെ എന്താ പറ്റുന്ന വെച്ചാൽ ബൂമറാങ് പോലെ ഈ MLA-യുടെ ഒരു ആരോപണം ശ്രീലേഖ തന്റെ താഴെയാണ് എന്ന നിലയിൽ, അത് MLA ആണോ കൗൺസിലറാണോ മേലെ എന്നുള്ള ഒരു ഇതിൽ ഇറങ്ങിയോട്ട് വിട്ടതാ. തന്റെ MLA ഓഫീസ് ഇറങ്ങിപ്പോകാൻ പറയാൻ അവരാരാണ് എന്ന രീതിയിലൊക്കെ പ്രതികരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നാറിയത് CPM തന്നെയാണ്, കുടുങ്ങിയതും അവർ തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, 10-40 വർഷത്തിലധികമായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ
ആ കോർപ്പറേഷനിൽ ഇതുവരെയുള്ള ഇപ്പോൾ അവസാനമായി നടത്തിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഒന്ന് പുനഃപരിശോധിക്കും. ഉദാഹരണത്തിന് വാടക കരാറ് പരിശോധിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു സാധാരണ ഒരു അങ്ങാടിയിൽ പോലും ഒരു റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ 20,000 രൂപ വാടകയുണ്ട്. അതായത് ദിവസം ഒരു 1,000 രൂപ വാടക ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. ഇനി നാട്ടിൻപുറമാണെങ്കിൽ കൂടി ഒരു 5,000 10,000 രൂപ വാടകയുണ്ട്. തീരെ ഗ്രാമപ്രദേശമാണെങ്കിൽ കൂടി ഒരു 5,000 രൂപ വാടക കൊടുക്കുന്നുണ്ട് മാസത്തിൽ. അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ കോർപ്പറേഷന്റെ ഉള്ളില് ഒരു ഓഫീസിൽ, അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപ മുതൽ 100 രൂപ വരെ വാടക കിട്ടേണ്ട ആ സ്ഥാനത്ത്, അതായത് മറ്റ് കച്ചവടക്കാർക്ക് കൊടുത്തിരിക്കുന്ന അതേ സ്ഥാനത്ത് വെറും 832 രൂപയ്ക്ക് ഒരു മാസത്തെ വാടകയ്ക്ക് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിലൊരു തട്ടിപ്പാണ്. അത്തരത്തിലുള്ള തട്ടിപ്പ് തങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ പാർട്ടിയുടെ എന്താ പറയാ അങ്ങനെയുള്ളവർക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വഴിവിട്ട് ആർക്കെങ്കിലും ഒക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പരിശോധിക്കും. പുതിയ വാടക പരിഷ്കാരം നടത്തും. പൊതുജനങ്ങൾക്ക് അവിടെ പൊതു വിപണിയിൽ എന്തൊക്കെയാണ് റൂം കിട്ടുന്നത്, എത്ര രൂപയാണ് വാടക കിട്ടുന്നത്, ആ വാടകയും ആ ഡെപ്പോസിറ്റും ഈടാക്കും എന്ന് പറഞ്ഞതിനാണ് ചൊടിപ്പിച്ചത്. അഥവാ അവിടെ എത്തി. ഈ MLA ഒരൊറ്റ ഡയലോഗ് അടിച്ചപ്പോ മേയർക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ടി വന്നു. ഇതിന്റെ പിന്നിൽ എന്താ MLAക്ക് ഇങ്ങനെ ഒരു ചൊടിയിൽ ഉണ്ടാകാൻ കാരണം എന്താന്ന് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും 68,000 രൂപ അലവൻസ് ആയിട്ട് എഴുതി വാങ്ങിയിട്ട് 832 രൂപ മാത്രം കൊടുത്താൽ മതി എന്നുള്ള സ്റ്റേജ് വരുമ്പോ ഈ ഇങ്ങനെ ഓസി കിട്ടുന്ന പൈസ ഇനി വാടക ഇനത്തിൽ ഇനി ഒരു പക്ഷെ കൊടുക്കേണ്ടി വന്നാൽ അതൊരു ആർക്കാലും ഒരു പ്രയാസമല്ലേ. MLAക്ക് ഇപ്പൊ ലക്ഷറി ആയിട്ട് തിരുവനന്തപുരത്ത് പോലെ ഓഫീസ് തുടങ്ങാൻ പോലും 68,000 രൂപ വേണ്ട. എന്നിട്ടും അത്രയും രൂപ എഴുതിയെടുക്കാൻ കഴിയുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണം ഉപയോഗിച്ച് അവർക്ക് അനുയോജ്യമായ ഒരു ഓഫീസ് സംഘടിപ്പിച്ച് അവിടെ ഇരിക്കേണ്ട സ്ഥാനത്ത് നഗരസഭ ഭരിക്കേണ്ട നഗരസഭാ കൗൺസിലർമാരുടെ ഓഫീസ് കൈയടക്കി അതിനെ ഒരു വാടക ചീട്ടൊക്കെ ഉണ്ടാക്കി ചെറിയ വാടകയ്ക്ക് കൊടുത്ത് ബാക്കി അലവൻസ് ഒക്കെ എഴുതി വാങ്ങി അതൊക്കെ പുട്ടടിച്ച് ഇങ്ങനെ പോകുന്നു എന്ന് ജനം അറിയുന്നു. അതാണല്ലോ ഒരു വസ്തുത. ജനം അറിയുന്നു. ഇവിടെയാണ് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നത്. മിണ്ടാതിരുന്നിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. മിണ്ടാതെ ഒഴിഞ്ഞു പോയിരുന്നെങ്കിലും ഈ പറഞ്ഞ പ്രശാന്ത് MLA മാത്രം വേറെ ഏതെങ്കിലും ഓഫീസ് കണ്ടെത്തിയായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടെത്തി വരുമ്പോഴേക്കും ചിലപ്പോൾ 1-2 കൊല്ലമൊക്കെ ചിലപ്പോൾ എടുത്തിരുന്നേനെ. പക്ഷെ ഇത്തരത്തിലൊരു വിവാദം വന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പരിശോധിച്ച് കളയാമെന്ന് മേയർക്ക് തോന്നി. ചുരുക്കം പറഞ്ഞാൽ ഇനി ഇവിടെ സഖാക്കളൊക്കെ ഇത്തരത്തിൽ പലർക്കും അവരുടെ ഭരണത്തിന് കീഴിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഇനിയിപ്പോ ഇറങ്ങേണ്ടി വരും. എന്ത് ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് ബൂമറാങ് പോലെ കറങ്ങി മണ്ടയ്ക്ക് വരും എന്ന് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അത് കറങ്ങി തിരിച്ചു വരുന്നുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യാനും ഇനിയെങ്കിലും നല്ലത് 4 പറയിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കും. Different angles. Don't forget to subscribe and support this channel.